ഹലോ ഗൈസ്, എൻ്റെ വീടിൻ്റെ പരിസരമാണ് ഈ കാണുന്നത്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് ഒരു മരം ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ഈ മരം എന്ന് വെച്ചാൽ സോപ്പും കായയുടെ മരമാണ് കേട്ടോ. ഇവിടെ ഇതിൽ കണ്ടില്ലേ, ഇത് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ മുന്തിരിക്കൊലകൾ പോലെ ഒരു സാധനം ഉണ്ടായി കിടക്കുന്നുണ്ടല്ലേ, ഇതാണ് നമ്മുടെ സോപ്പും കായ എന്ന് പറയുന്നത് കേട്ടോ. മിക്കവർക്കും അറിയാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ സോപ്പും കായ പണ്ട് നമ്മൾ കുറേ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇവിടെ കുറേ ഉണ്ടായിട്ടുണ്ട്, ഈ മരത്തിൽ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ കുറേ കളിക്കാനായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കലക്കി ഇങ്ങനെ വെള്ളം പാൽച്ചായ ഉണ്ടാക്കി കളിക്കാനായിട്ടൊക്കെ ഞങ്ങൾ ഒരുപാട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ ഉണ്ടായി നിൽക്കണുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അന്നെന്ന് വെച്ചാൽ നമ്മൾ കളിക്കാനൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരെണ്ണെടുത്ത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത വരും. അപ്പോൾ ഞാൻ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഒരെണ്ണത്തിൽ 3 എണ്ണമായിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനത് എങ്ങനെയാണ് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞിട്ട് പത വരുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനൊരു കപ്പ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പിൽ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ ഒരു കായ പൊട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. കുറച്ച് കായ ഉണ്ടായി കഴിഞ്ഞാലാണ് നല്ലോണം പത വരുള്ളൂ. അപ്പോൾ ഞാനവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ ആ കപ്പ്. അങ്ങനെ സോപ്പും കായ എടുത്തു, അതിങ്ങനെ പൊട്ടിക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്നൊരു ലിക്വിഡായിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇതിപ്പോൾ പച്ചയാണ്, ഇത് നമുക്ക് ഉണക്കിയും യൂസ് ചെയ്യാം. ഇത് പച്ച ആയിക്കഴിഞ്ഞാൽ അതിനിങ്ങനെ ആ സംഭവം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പതഞ്ഞ് വരും കേട്ടോ. ഇത് കായ ഉള്ളതുകൊണ്ടാണ് അധികം പത വരാത്തത്. നമുക്ക് കുറച്ച് കൂടുതൽ കായ എടുത്ത് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം പത വരും കേട്ടോ. പിന്നെ നിൽക്കി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് പറ്റുണ്ടായിരുന്നില്ല. ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊക്കെ പത വരുന്നുണ്ട്. അങ്ങനെ പൊളിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ക്യൂടെക്സിൻ്റെ കുറച്ച് പോയിട്ടാണ്. ഞാനത് ആ ഒരു സമയത്ത് ഇട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ നോക്കണമായിരുന്നു. അങ്ങനെ അത് നമ്മൾ പൊളിച്ച് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. പണ്ട് കാലത്ത് നമ്മളിതിങ്ങനെ കുറേ എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ കലക്കി കളിക്കും. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്വർണ്ണമില്ലേ, സ്വർണ്ണമല്ല വെള്ളിയായിട്ടുള്ള എന്ത് സാധനങ്ങളും ഇങ്ങനെ കഴുകാനായിട്ടൊക്കെ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ച് കഴുകാനായിട്ടൊക്കെ നല്ലതായിരുന്നു. പിന്നെ അമ്മ ഇതുപോലെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഇല്ലേ, തുണി തിരുമ്മാനായിട്ടൊക്കെ സോപ്പ് പൊടിക്ക് പകരമായിട്ട് ഇതിങ്ങനെ ഉപയോഗിച്ചത് നല്ല ഓർമ്മയുണ്ട്. അതൊക്കെ നല്ല രസമായിരുന്നു. ഇതിപ്പോൾ കുറച്ച് പതേ വന്നിട്ടുള്ളൂ കേട്ടോ. ഞാൻ നല്ലോണം നോക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഇച്ചിരി വരുന്നുണ്ട്. എന്തായാലും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഒരു സംഭവം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് സോപ്പും കായ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു. അവിടെ താഴെ കുറച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പെറുക്കി എടുത്തു കേട്ടോ. ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി പൊട്ടിച്ചെടുത്തിട്ട് വേണം എനിക്കൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഉണ്ടായിട്ടുള്ളൊരു സാധനത്തിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമല്ലോ. അപ്പോൾ ബാക്കിയുള്ള കായകളെല്ലാം കൂടി എല്ലാം പൊട്ടിച്ചെടുക്കാമെന്ന് വെച്ചാൽ നടക്കില്ല. എങ്കിലും ഒരുവിധം എനിക്ക് പറ്റാവുന്നത്രയും ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പൊട്ടിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആ ഒരു സമയത്ത് നല്ല വെയിലായിരുന്നു. പിന്നെ ഒറ്റ കയ്യിൽ പിടിച്ച് എടുക്കാമെന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ അവിടെ നിറച്ച് പുല്ലൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറി നിന്ന് പൊട്ടിക്കാനായിട്ട് ഇത്തിരി പേടിയായിരുന്നു. കാരണം പാമ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയില്ല കേട്ടോ. ഇതാണ് കേട്ടോ ഉണങ്ങിയിട്ടുള്ള സോപ്പും കായ. കണ്ടില്ലേ, ഉണങ്ങിക്കഴിഞ്ഞത് ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഉള്ളിലൊരു കറുത്ത കുരു ഉണ്ടാവും കേട്ടോ. അപ്പം അത് നമുക്ക് മാറ്റിയിട്ട് ഇത് ഉപയോഗിക്കാം. ഇത് ഉണക്കിയും യൂസ് ചെയ്യാം, നമുക്ക് പച്ചയ്ക്കും യൂസ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ചീത്തയായി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. കുറേ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊന്നും പൊട്ടിക്കാനായിട്ട് പറ്റുന്നില്ല. അതേ വേറെ ഇവിടെ കുറച്ച് ഉണങ്ങിയത് ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഒരെണ്ണം ഇങ്ങനെ എടുത്തു. അത് ഞാൻ പൊട്ടിച്ചോട്ടെ, വേഗം വന്നു കേട്ടോ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ. അത് ആക്ച്വലി കറുത്തിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ അത് ഉണങ്ങിയിട്ടില്ല മര്യാദക്ക്. അതിങ്ങനെ പളുപളുന്നാവുന്നുണ്ടായിരുന്നു. അതാണ് ഈ കയ്യിൽ വെച്ചിട്ട് കാണിക്കണത്. ഇതൊക്കെ എല്ലാം കൂടി ഞാനിങ്ങനെ ആക്കി പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. ഒരു കയ്യിൽ ഫോണും പിടിച്ചുകൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഇത് പൊട്ടിക്കുന്നൊരു വീഡിയോ എടുത്തുതരാൻ പറഞ്ഞപ്പോൾ അച്ഛനായിട്ട് ആ വീഡിയോ എടുത്തു തരുന്നത്. അപ്പം ഞാനതൊക്കെ ബാക്കി ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് പറ്റണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പൊട്ടിച്ചെടുത്തു. വെയിലായിരുന്നു കേട്ടോ, നല്ല വെയിലായിരുന്നു. അപ്പോൾ എല്ലാം പൊട്ടിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഒരുവിധമൊക്കെ എൻ്റെ കയ്യെത്തുന്നതൊക്കെ, കാരണം മുകളിലായിരുന്നു. അതൊക്കെ ഫൈനലി ഞാൻ പൊട്ടിച്ചു കേട്ടോ.
ആക്ച്വലി ഇത്രയും കിട്ടിയുള്ളൂ കേട്ടോ, ഇത്രയും പൊട്ടിക്കാനേ പറ്റുള്ളൂ. കാരണം ബാക്കിയൊക്കെ മുകളിലാണ്, എനിക്കത് പൊട്ടിക്കാൻ പറ്റുന്നില്ല. ബാക്കിയൊക്കെ പൊട്ടി. അപ്പോൾ അതേ ഒരാളിവിടെ വന്നിട്ടുണ്ട് എനിക്ക് കൂട്ടായിട്ട്. എൻ്റെ അച്ചുപ്പാണ്ടി, എൻ്റെ അച്ചു ചുണ്ടിരനാണ്, എൻ്റെ സുന്ദരൻ ചെക്കനാണ് കേട്ടോ. ഇപ്പം വന്നിട്ടുണ്ട് എൻ്റെ കൂട്ടിനല്ലേടാ. പൊട്ടിച്ചേരോ ചേച്ചിക്ക്? ചേച്ചി പൊട്ടിച്ചേരോ? അവൻ എന്താണെന്ന് നോക്കേണ്ടത്. അപ്പം നമുക്ക് ഇത്രയും കിട്ടിയുള്ളൂ, ഇത്രയും ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് പണിയുണ്ട്. അപ്പം ഞാൻ വീട്ടിലോട്ട് ഇത് കൊണ്ടുപോകാം. അപ്പോൾ ഇത് ഞാനിനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇത് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം കേട്ടോ. ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളിതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അതിന് ശേഷം ആണ് ഞാൻ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹെയറിന് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇത് ഒരുപാട് ഗുണം ചെയ്യും. പണ്ടൊന്നും അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് അതൊക്കെ കൂടുതൽ അറിയുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ സ്കിന്നിനായിക്കഴിഞ്ഞാലും നമ്മുടെ ഫേസിൽ ഫേസ് വാഷ് ഉണ്ടാക്കാനായിട്ടും പിന്നെ ഹെയറിന് ഷാമ്പു ഉണ്ടാക്കാനായിട്ടൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിതെടുത്ത് മാറ്റി വെക്കുന്നത്. അതെങ്ങനെയാണെന്നൊക്കെ ഉള്ള വീഡിയോ അപ്പോൾ ഞാൻ ഇനിയും ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി അത് ഉണക്കാം എന്നുള്ള പ്രോസസ്സിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ചോടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരൻ അച്ചു വിളിക്കുമ്പോൾ അവൻ നോക്കുന്നുണ്ട്, പക്ഷേ അവൻ ഇങ്ങോട്ടേക്ക് നോക്കുന്നേ ഇല്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബാക്കിയായിട്ട് നമുക്ക് പിന്നെ കാണാം.